മധ്യപൂർവേഷ്യയെ വീണ്ടും ഒരു വൻ യുദ്ധഭീതിയുടെ നിഴലിലാഴ്ത്തിക്കൊണ്ട് ഇറാൻ പുറപ്പെടുവിപ്പിച്ച പുതിയ സൈനിക മുന്നറിയിപ്പ് അന്താരാഷ്ട്ര തലത്തിൽ കടുത്ത ആശങ്കയ്ക്ക് കാരണമായിരിക്കുകയാണ്. അമേരിക്കയ്ക്കും ഇസ്രയേലിനും നേരെ ഒരേ സമയം കടുത്ത ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് ടെഹ്റാൻ രംഗത്ത് വന്നിട്ടുള്ളത്. ഏത് തരത്തിലുള്ള സൈനിക നീക്കങ്ങളെയും നേരിടാൻ രാജ്യം സജ്ജമാണെന്ന പ്രഖ്യാപനം മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടുതൽ വഷളാക്കുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി നിലനിൽക്കുന്ന അസ്വസ്ഥതകൾക്ക് ആക്കം കൂട്ടുന്നതാണ് ഇറാന്റെ ഈ പുതിയ നിലപാട്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നിം റിപ്പോർട്ട് ചെയ്ത വിവരങ്ങൾ അനുസരിച്ച് വരാനിരിക്കുന്ന ഏത് തരത്തിലുള്ള ഏറ്റുമുട്ടലുകളെയും നേരിടാൻ പുതിയ തന്ത്രങ്ങൾ രാജ്യം രൂപീകരിച്ചിട്ടുണ്ട്. കേവലം പ്രതിരോധം എന്നതിനപ്പുറം ശത്രുക്കളെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള ആക്രമണ പദ്ധതികളാണ് അണിയറയിലൊരുങ്ങുന്നത്. മുൻകാലങ്ങളിൽ സ്വീകരിച്ച സൈനിക നീക്കങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ തന്ത്രങ്ങളായിരിക്കും ഇനി നടപ്പിലാക്കുകയെന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും സുപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് പുതിയ സൈനിക പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നത്. മുൻപ് റഡാറുകളിൽ പെടാത്ത പുതിയ ലക്ഷ്യസ്ഥാനങ്ങൾ ഇറാൻ ഇതിനോടകം തന്നെ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഈ ലക്ഷ്യങ്ങളിലേക്ക് ഒരേ സമയം ആക്രമണം നടത്താനുള്ള അത്യാധുനിക യുദ്ധമുറകളാണ് രാജ്യം വികസിപ്പിച്ചിരിക്കുന്നത്. സൈനിക ശേഷിയുടെ കാര്യത്തിൽ തങ്ങൾ കൈവരിച്ച പുരോഗതി തെളിയിക്കുന്നതാണ് ഈ നീക്കമെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. മേഖലയിൽ വീണ്ടും ഒരു ആക്രമണത്തിന് മുതിർന്നാൽ അതിന്റെ ആഘാതം മധ്യപൂർവേഷ്യയിൽ മാത്രം ഒതുങ്ങില്ലെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. യുദ്ധമുണ്ടായാൽ അത് പ്രാദേശിക അതിരുകൾ ഭേദിച്ച് ആഗോളതലത്തിലേക്ക് വ്യാപിക്കുമെന്ന ഭീഷണി അന്താരാഷ്ട്ര സമൂഹത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. ഇറാന്റെ പരമോന്നത സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC തങ്ങളുടെ യഥാർത്ഥ സൈനിക ശേഷി ഇതുവരെ പുറത്തെടുത്തിട്ടില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തങ്ങളുടെ പക്കലുള്ള അത്യാധുനിക ആയുധ ശേഖരത്തിന്റെ ചെറിയൊരു പങ്ക് മാത്രമാണ് മുൻപ് ഉപയോഗിച്ചിട്ടുള്ളതെന്നും യഥാർത്ഥ പോരാട്ടം ഇനി വരാനിരിക്കുന്നതേയുള്ളൂ എന്നും അവർ വ്യക്തമാക്കുന്നു. പുതിയ മിസൈൽ സാങ്കേതിക വിദ്യകളും ഡ്രോൺ വ്യൂഹങ്ങളും ഇറാൻ സജ്ജമാക്കിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇവ ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ളവയാണ്. മുൻകാല യുദ്ധാനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് ഇറാൻ തങ്ങളുടെ സൈനിക തന്ത്രങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇതിനായി പ്രത്യേക കമാൻഡ് സെന്ററുകളും തന്ത്രപ്രധാനമായ താവളങ്ങളും ഇതിനോടകം സജ്ജമാക്കി കഴിഞ്ഞു. ഇറാന്റെ ആണവ പദ്ധതികളെ ചൊല്ലി പാശ്ചാത്യ രാജ്യങ്ങളുമായി നിലനിൽക്കുന്ന തർക്കങ്ങളാണ് ഇപ്പോഴത്തെ പ്രകോപനത്തിന് പ്രധാന കാരണം. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ കർശന നിയന്ത്രണങ്ങളെ മറികടന്ന് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം തുടരുന്നതായി അമേരിക്ക ആരോപിക്കുന്നു. എന്നാൽ തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റങ്ങളെ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ടെഹ്റാൻ. ആണവ തർക്കങ്ങൾക്ക് പുറമെ ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധിയും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതകളിലൊന്നായ ഹോർമുസിന്റെ നിയന്ത്രണം ഇറാന്റെ കൈകളിലാണ്. ഈ പാതയിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുമെന്ന സൂചനകൾ ആഗോള വിപണിയെ ആശങ്കയിലാക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇറാൻ തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സൈനിക മുന്നറിയിപ്പുകൾക്ക് തൊട്ടു പിന്നാലെ പടിഞ്ഞാറൻ ഇറാന്റെ വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. യാത്രാ വിമാനങ്ങൾക്കും മറ്റ് സിവിൽ സർവീസുകൾക്കും ഈ മേഖലയിൽ കർശന വിലക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ അപ്രതീക്ഷിത നീക്കം കേവലം ഒരു പരിശീലനമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു സൈനിക നീക്കത്തിന്റെ മുന്നൊരുക്കമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പടിഞ്ഞാറൻ ഇറാൻ അതിർത്തികൾ ഇസ്രയേലിലേക്കും മറ്റ് തന്ത്രപ്രധാന മേഖലകളിലേക്കും മിസൈലുകൾ തൊടുക്കാൻ ഏറ്റവും അനുയോജ്യമായ ഇടമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ വ്യോമാതിർത്തി അടച്ചത് മിസൈൽ വിന്യാസത്തിനോ അല്ലെങ്കിൽ ശത്രുക്കളുടെ തിരിച്ചടി പ്രതിരോധിക്കാനോ വേണ്ടിയാകാമെന്ന് കരുതപ്പെടുന്നു. ഇറാന്റെ ഈ പുതിയ നീക്കങ്ങളോട് അമേരിക്കയും ഇസ്രയേലും കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഇറാന്റെ ഏതു ഭീഷണിയെയും നേരിടാൻ തങ്ങൾ സജ്ജമാണെന്ന് പെന്റഗൺ വ്യക്തമാക്കി. മേഖലയിലെ തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും അമേരിക്കൻ സൈനിക വക്താക്കൾ അറിയിച്ചു. അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്ന് ചെറിയൊരു പ്രകോപനം ഉണ്ടായാൽ പോലും ശക്തമായി തിരിച്ചടി നൽകുമെന്ന നിലപാടിലാണ് ഇസ്രയേൽ ഭരണകൂടം. അന്താരാഷ്ട്ര നയതന്ത്ര രംഗത്ത് ഇറാന്റെ പുതിയ നീക്കങ്ങൾ വൻ ചലനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇരുവിഭാഗത്തോടും ആത്മസംയമനം പാലിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഒരു വലിയ യുദ്ധമുണ്ടായാൽ അത് കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ ബാധിക്കുമെന്നും ആഗോള സമ്പദ് വ്യവസ്ഥ തകരുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു.
ഈ പ്രതിസന്ധിയിൽ റഷ്യ, ചൈന തുടങ്ങിയ വൻ ശക്തികളുടെ നിലപാടുകളും നിർണായകമാണ്. ഇറാനുമായി അടുത്ത നയതന്ത്ര സൈനിക ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളാണ് ഇവ രണ്ടും. അമേരിക്കയുടെ ഏകപക്ഷീയമായ നീക്കങ്ങളെ ഇവർ എപ്പോഴും എതിർക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധമുണ്ടായാൽ അത് ആഗോള വൻ ശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലായി മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. മധ്യപൂർവേഷ്യയിലെ നിലവിലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ സമാധാനത്തിനുള്ള വഴികൾ അടയുന്നതായാണ് കാണുന്നത്. ഇറാന്റെ പുതിയ യുദ്ധതരംഗം എന്ന മുന്നറിയിപ്പ് വെറും വാക്കല്ലെന്ന് അവരുടെ പ്രായോഗിക നീക്കങ്ങൾ തെളിയിക്കുന്നു. യുദ്ധസജ്ജമായി നിൽക്കുന്ന സൈന്യവും അടച്ചിട്ട വ്യോമാതിർത്തിയും ഒരു വൻ ദുരന്തത്തിന്റെ സൂചനകളാണ് നൽകുന്നത്. വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ നീക്കങ്ങളായിരിക്കും ഈ മേഖലയുടെയും ലോകത്തിന്റെയും ഭാവി നിർണയിക്കുക.